എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് SP സ്പേസ് ജേണിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് സ്വർണ്ണ ഗോതമ്പ് വിളയുന്ന പഞ്ചാബിൻ്റെ തലസ്ഥാനമായ ചണ്ഡീഗഡിലൂടെയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അതിമനോഹരമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സിറ്റിയാണ് ചണ്ഡീഗഡ്. നീറ്റ് ആൻഡ് ടൈഡിയാണ്. ഞാൻ ഇറങ്ങിയ ദിവസം ദീപാവലി ആയതിനാൽ അതിമനോഹരമായി തന്നെയുള്ള ദീപക്കാഴ്ചകൾ കാണുവാൻ സാധിച്ചു. എല്ലാ ഷോപ്പുകളും റോഡ് സൈഡും എല്ലാം തന്നെ പൊതുവെ വൈദ്യുത അലങ്കാരങ്ങളാൽ കാണുവാനും അത് ആസ്വദിക്കുവാനും സാധിച്ചു. ഞാനിപ്പോൾ നേരെ പോകുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മാളായ എലൻ മാളിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോഴും കാണുവാൻ സാധിച്ചത് അതിമനോഹരമായി തന്നെ ദീപാലങ്കാരങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കാഴ്ചകളുമാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. നോർത്ത് ഇന്ത്യയിൽ ദീപാവലി ആയതിനാൽ പൊതുവെ ആഘോഷവേളയായതിനാൽ എനിക്ക് നല്ലതുപോലെ എല്ലാം തന്നെ ആസ്വദിക്കാൻ സാധിച്ചു. അതിമനോഹരമായ ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മാളാണ് എലൻ മാൾ. ഞങ്ങൾ നേരെ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി നേരെ പോയത് എലൻ മാളിനകത്തുനിന്ന് കറങ്ങി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ ഒരു ക്ലബ്ബുണ്ട്, സോഷ്യൽ ക്ലബ്ബ്. അവിടെ പോയിരുന്നു ക്ഷീണം മാറ്റാൻ വേണ്ടി അകത്ത് പോയിരുന്നു. ഫാമിലികളൊക്കെ വരുന്ന ഒരു ക്ലബ്ബാണ് സോഷ്യൽ ക്ലബ്ബ്. ഇത് ആക്ച്വലി പറഞ്ഞാൽ എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലബ്ബാണ്, ഫാമിലി സഹിതം. അങ്ങനെ ഞാൻ ഫാമിലി സഹിതം അവിടെ പോയി. അതിനകത്ത് പോയിരുന്ന് ഒരു തണുത്ത നമ്മുടെ ഐസ് ടീ ഒന്ന് കുടിച്ചപ്പോഴാണ് മനസ്സിന് ഒക്കെ ഒരു തണുപ്പായത്. അങ്ങനെ അതിമനോഹരമായ ഐസ് ടീയും നുകർന്ന് ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി നേരെ പോയത് ഹോട്ടലിലേക്കാണ്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ യാത്രയാകുന്നത് ഇവിടുത്തെ മനോഹരമായ ഒരു ഉദ്യാനത്തിലേക്കാണ്, റോക്ക് ഗാർഡൻ. ചണ്ഡീഗഡിലെ ഏറ്റവും ഹൈലൈറ്റായ ഒരു പാർക്കാണ് റോക്ക് ഗാർഡൻ. അവിടേക്കാണ് രാവിലെ ഞങ്ങൾ യാത്രയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് റോക്ക് ഗാർഡനിലേക്കാണ്. അതിമനോഹരമായ റോക്ക് ഗാർഡൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. ചണ്ഡീഗഡിൻ്റെ റോഡുകളിലുള്ള ഈ വൃത്തിയും നീറ്റും ഇതേപോലുള്ള ചെടികളുമാണ് ചണ്ഡീഗഡിന് ഏറ്റവും കൂടുതൽ മനോഹാരിത നൽകുന്നത്. അത്രത്തോളം നീറ്റാണ് ചണ്ഡീഗഡിലെ ഓരോ റോഡുകളും. അതുപോലെ തന്നെ ഏത് സിറ്റിയിൽ നമ്മൾ കടന്നാലും സെക്ടർ ബേസിലാണ് ഇവിടെ ഓരോ സിറ്റി അറിയപ്പെടുന്നത്, സെറ്റ് നമ്പറിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ നേരെ പോയത് റോക്ക് ഗാർഡനിലേക്കാണ്. നേരെ റോക്ക് ഗാർഡനിലേക്ക് കടന്നിരിക്കുകയാണ് ഞങ്ങൾ. സൈഡിലായി കാണുന്നത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കൗണ്ടറിൽ അഡൽട്ടിന് 30 രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക് 10 രൂപയുമാണ് നൽകുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. നേരെ ഞങ്ങൾ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അതിവിശാലമായ കല്ലുകളാൽ, റോക്കുകളാൽ, പാറകളാൽ നിർമ്മിതമാണ് അകത്ത് കാണുന്ന ഈ കാഴ്ചകൾ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് വേസ്റ്റായ മെറ്റീരിയലാണ്. 1957 ഈ പാർക്ക് നിർമ്മിതമായത്. ചണ്ഡീഗഡിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ പാർക്ക് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് നേക് ചന്ദ് എന്നാണ്. ഈ പാർക്കിനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാവരും വിളിക്കുന്നത് നേക് ചന്ദിൻ്റെ റോക്ക് ഗാർഡൻ എന്നാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം രഹസ്യമായി തൻ്റെ ഒഴിവുവേളകളിലാണ് ഈ പാർക്ക് നിർമ്മിച്ച് കൊണ്ടുവന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 40 ഏക്കർ വിസ്തൃതിയിലാണ് ഈ പാർക്ക് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. രക്ഷയില്ല, വല്ലാത്തൊരു വൈബാണ് നമുക്ക് ഈ കാണുന്ന പാറ കൊണ്ട് നിർമ്മിതമായ ഈ റോക്ക് ഗാർഡനകത്തെ ഓരോ കാഴ്ചകളും. ഈ കാണുന്ന വെള്ളച്ചാട്ടം, ഇതൊക്കെ ഇവിടെ നാച്ചുറലായിട്ടുള്ള വെള്ളച്ചാട്ടം തന്നെയാണ്. അല്ലാതെ നമ്മളിപ്പം പമ്പ് കൊണ്ട് വെള്ളം അടിച്ചു ഒന്നുമല്ല. നാച്ചുറലായിട്ട് ഒഴുകി മലനിരകളിൽ നിന്ന് വന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. എന്നാൽ അതിഭീകരമായ വെള്ളച്ചാട്ടമല്ല, ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടമാണ് നമുക്ക് റോക്ക് ഗാർഡനിൽ ഈ കാണുവാൻ സാധിക്കുന്നത്. ഈ പാറകൾക്ക് ഇടയിലൂടെ നമ്മൾ വരുമ്പോൾ ഓരോ വളവുതിരിവ് കഴിയുമ്പോഴും നമ്മൾ കാണുന്ന മനോഹരമായ ഓരോരോ കാഴ്ചകളാണ്. ഇത്തരത്തിലുള്ള ഇടുങ്ങിയ വഴികളിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും യാത്രകൾ. ഇവിടുത്തെ എല്ലാം കവാടങ്ങൾ വൃത്താകൃതിയിൽ ചെയ്തിരിക്കുകയാണ്. ഹൈറ്റ് കുറച്ച് നമ്മൾ കുനിഞ്ഞാണ് അങ്ങോട്ട് കടന്നു പോകേണ്ടത്.
പൊതുവെ എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിതമാണ് ഇവിടുത്തെ ഈ കാണുന്ന എല്ലാ കാഴ്ചകളും. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ കാണുന്ന ഈ സൈഡിലെ വാൾ കംപ്ലീറ്റ് ഉടഞ്ഞ പാത്രങ്ങളാണ്. മൊത്തം ഉടഞ്ഞ പാത്രങ്ങൾ, കുപ്പി ഓടുകൾ, ഈ ക്ലോസറ്റിൻ്റെ പീസുകൾ, അതേപോലെ തന്നെ ഏത് മെറ്റീരിയൽ വേസ്റ്റ് മെറ്റീരിയൽ എന്തുണ്ടോ അതുകൊണ്ടാണ് ഇതെല്ലാം പതിച്ചിരിക്കുന്നത്. ഇത് തീർത്തും എന്തെല്ലാം വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിക്കാമോ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ ഗാർഡൻ പൊതുവെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കിണറാണെങ്കിൽ ഒരിക്കലും പറ്റാത്ത ഒരു കിണറാണെന്നാണ് അവിടെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഒരു കാലത്തും എത്ര ചൂടാണെങ്കിലും ഇവിടുത്തെ ഈ കിണർ പറ്റത്തേ ഇല്ലെന്നാണ് അറിയപ്പെട്ടത്. ഇത് കണ്ടില്ലേ, വ്യക്തമായി നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഓരോരോ പീസുകളും ഓരോ കുപ്പി ഓടുകളാണ്. എല്ലാം കുപ്പി പാത്രങ്ങൾ, പ്ലേറ്റുകൾ, അതേപോലുള്ള എന്ത് പൊട്ടിയ സാധനം കൊണ്ടോ അതുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്ത് രസമാണല്ലേ, ഭയങ്കരമായിട്ട് നമുക്ക് കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ കിടന്നു നിന്നപ്പോൾ. ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ സൈഡിലെല്ലാം പാറക്കെട്ടുകളും ആയതിനാൽ നല്ല കൂളിംഗാണ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന ഓരോ ചിത്രപ്പണികളും, ഈ കാണുന്ന ഫ്ലവർ അല്ലെങ്കിൽ ഈ കാണുന്ന ഡിസൈൻ, ഇതെല്ലാം തന്നെ ഓരോരോ ടൈപ്പ് ഓഫ് പീസസ് ആണ്. മീൻസ് നമുക്ക് ഉടഞ്ഞ പാത്രങ്ങളുടെ കൂമ്പാരം കൊണ്ട് ചെയ്തേക്കുന്ന ഫ്ലവേഴ്സൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. വെള്ളച്ചാട്ടം കണ്ടില്ല, വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. 4-5 ഇതേപോലെ നല്ല ഫ്ലോ ആയിട്ട് നമുക്ക് ഭയങ്കര കുളിർമയേക്കുന്ന രീതിയിലാണ് നമുക്ക് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കുന്നത്. പാറക്കെട്ടാണെങ്കിൽ 2 സൈഡിൽ ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ അക്വേറിയം ഇങ്ങനെ ഓരോ ഫിഷിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫിഷാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ട്രഡീഷണലായ സംഭവങ്ങളാണ്. ഇവിടുത്തെ പുരാതനമായ കലാരൂപങ്ങൾ, ഇവർ പാചകം ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ അധ്യാപകരും കുട്ടികളും ഇരിക്കുന്ന രീതികൾ, പഠിപ്പിക്കുന്ന രീതികൾ, ഇവിടുത്തെ ട്രഡീഷണലായ പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോരോ കാഴ്ചകളാണ് ഈ കാണുവാൻ സാധിക്കുന്നത്. അതിമനോഹരമായി തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റും ഒക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു പ്ലേസിലേക്ക്, മ്യൂസിയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് തികച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിനെ അവരിങ്ങനെ മെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിഭയങ്കരമാണ്, അതിരസം. ഇത് തന്നെ കണ്ടില്ലേ, ഇതവർ കുക്ക് ചെയ്യുന്ന രീതി, ഇതവരുടെ സദസ്സ്, എല്ലാവരും ഇരുന്ന് ചർച്ചകൾ നടത്തുന്ന ഒരു സദസ്സിനെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ പുരാതന കാലത്തുള്ള എല്ലാ കലാരൂപങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആർട്ട് ഗാലറി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള സംഭവങ്ങളാണ്. പഴയ കലപ്പ, അതുപോലെ തന്നെ കാളയും കലപ്പയും, അത്തരത്തിലുള്ള കൃഷിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള രീതികൾ എല്ലാം തന്നെ. ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ കാണുന്ന കുതിരകളെ ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും വേസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽ, ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുവന്നും അതുപോലെ തന്നെ കല്ല്, പാറ, എല്ലാ സാധനങ്ങളും. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആസ്വദിക്കുന്ന ഇതുപോലെ തന്നെ ഒരു ചെറിയ ഊഞ്ഞാലുകൾ എല്ലാ കോളത്തിലും എല്ലാ ആർച്ചിലും അവരിങ്ങനെ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. വരുന്ന ആൾക്കാർക്കെല്ലാം ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഈ കുതിരകളെ, ഈ കാണുന്ന ഈ എന്തൊക്കെ നിർമ്മിതി കൊണ്ടോ അതെല്ലാം ഒരു സാധനങ്ങളും ഇവർ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതല്ല. എല്ലാം തന്നെ ഈ ബിൽഡിങ്ങുകൾ പൊളിക്കുന്നതും അതുപോലെ തന്നെ ഉടഞ്ഞ പാത്രങ്ങൾ, അതുപോലെ തന്നെ പിന്നെ എന്ത് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടോ അത് ഉപയോഗിച്ചാണ് ഇതെല്ലാം നിർമ്മിതമാക്കിയിരിക്കുന്നത്. സത്യത്തിൽ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ യഥാർത്ഥമായ കലാരൂപങ്ങൾ കാണുവാൻ പോകുന്നത്. എല്ലാ നിർമ്മിതികളും ഓരോ ജന്തുക്കളെ ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ എന്ത് കലാരൂപമാണെങ്കിലും ഏത് രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയോട്ടെ, ഇതെല്ലാം തന്നെ
ഉടഞ്ഞ പാത്രക്കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ കാണുന്ന എല്ലാ രൂപങ്ങളും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഈ കാണുന്ന എല്ലാ രൂപങ്ങളും തന്നെ ഉടഞ്ഞ പാത്രങ്ങളെ, ഉടഞ്ഞ കുപ്പിയോടുകളെ, ഉടഞ്ഞ വളകൾ കൊണ്ട് നിർമ്മിതമായ ഒട്ടനവധി രൂപങ്ങളുണ്ട്. അതൊക്കെ അതിമനോഹരമാണ്. അവരോരോരോ കളറും ചൂസ് ചെയ്താണ് ഓരോരോ നിർമ്മിതികൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജന്തുക്കളെയാണെങ്കിൽ അതിന് മാച്ചിങ് ആവുന്ന രീതിയിൽ, അതുപോലെ തന്നെ പുരാതന കാലത്തുള്ള മനുഷ്യരെ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഈ വേസ്റ്റായ പാത്രത്തിൻ്റെ പീസുകളും വേസ്റ്റായ മെറ്റീരിയൽ കൊണ്ടുമാണ് ഇവരെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് അവരിതിനെ മെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാനൊരു 8 വർഷം മുന്നേ ഈ ഗാർഡനിൽ പോയിരുന്നു പണ്ട്. അതിനുശേഷം ഇപ്പം ഞാൻ അതിനുശേഷമാണ് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പോകുന്നത്. അന്ന് കണ്ടതിലും കൂടുതൽ നിർമ്മിതികൾ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ നിർമ്മിതിയാണെങ്കിൽ തന്നെയും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയാനകമായി തോന്നുന്നത് കണ്ടില്ല, ഇത് ഓന്താണോ അതോ പിന്നെ ഡിനോസർ പോകുന്ന മാതിരിയാണ്. ഓന്തല്ല, ആക്ച്വലി പറഞ്ഞ ഒരു വലിയ ഭീകരമായൊരു ജീവിയാണ് ഈ പോകുന്നത്. എൻ്റെ ക്യാമറയിൽ പകർത്തിയാണ്. ഞാൻ ഇങ്ങനെ ക്യാമറ എടുത്തപ്പോൾ അതിലൂടെ പാസ് ചെയ്ത് പോയതാണ്. ഭീമാകാരമായൊരു സാധനമാണ് പോകുന്നത്. അത് എന്താ സാധനം എന്നറിയത്തില്ല, പക്ഷേ ഭയങ്കരമായിട്ടൊരു സാധനമായിരുന്നു ആ കടന്നു പോയത്. ലിസാർഡാണോ എന്തെന്നറിയില്ല, വട്ടവർ. ഈ കാണുന്നതെല്ലാം തന്നെ ഓരോരോ ശില്പങ്ങളാണ്. ഓരോരോ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എല്ലാം വേസ്റ്റ് മെറ്റീരിയലാണ്. കുപ്പിയോടുകൾ, കുപ്പിവളകൾ, അതുപോലെ തന്നെയുള്ള എന്ത് വേസ്റ്റ് മെറ്റീരിയലാണ് അതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഈ കാണുന്ന എല്ലാം നമ്മുടെ മുറികളാണ്. പൊട്ടിയ വളകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇവിടുത്തെ കവാടങ്ങളെല്ലാം തന്നെ ആർച്ച് രീതിയിൽ വളരെ ഹൈറ്റ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗാർഡന് പുറത്തിറങ്ങി കണ്ട കാഴ്ചയാണ് നമ്മുടെ പയ്യാമാരിങ്ങനെ തണുത്ത ജ്യൂസും അതേപോലെ പാനിപ്പൂരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾ കണ്ടത്. അതേപോലെ തന്നെ ചണ്ഡീഗറിലെ മറ്റൊരു പ്രധാന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടുത്തെ സുഗ്ന ലേക്ക്. അതിമനോഹരമായ ഒരു തടാകമാണിത്. ഇവിടെ ഞാൻ അതിരാവിലെ നടക്കാൻ പോയപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ച അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്ന ഉദയം. ഇവിടെ ആൾക്കാരെല്ലാം തന്നെ രാവിലെ നടക്കാൻ എത്തുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഏകദേശം ഇങ്ങനെ തടാകത്തിൻ്റെ കിലോമീറ്റർ ഒന്നും എനിക്ക് പറയാനറിയില്ല, ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഏക്കർ കണക്കിന് തടാകമാണ് ഈ കാണുന്നത്. ഇങ്ങനെ പറന്ന് കിടക്കുന്ന തടാകത്തിന് ചുറ്റി ആൾക്കാർ മൊത്തം രാവിലെ നടക്കുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചയായിരുന്നു. ഒരു കൂളിംഗ് പ്ലേസ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ ചണ്ഡീഗറിലെ ബെസ്റ്റ് 2 ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് പ്ലേസ്, ഒന്ന് റോക്ക് ഗാർഡനും മറ്റൊന്ന് ഇവിടുത്തെ സുഗ്ന ലേക്കുമാണ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതേപോലുള്ള മനോഹരമായ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. നമുക്ക് നമ്മുടെ ചണ്ഡീഗറിനോട് വിട പറയാൻ സമയമായി. നല്ല നല്ല കാഴ്ചകളുമായി ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതിമനോഹരമായ കാഴ്ചകളുമായി ഞാൻ നിങ്ങളോടൊപ്പം വീണ്ടും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്. ഐ ലവ് ചണ്ഡീഗർ. Bye-bye.